വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് അമേരിക്ക യമനെ ആക്രമിച്ച രീതിയിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നു. അത് ശക്തമായിരിക്കുന്ന ബോംബ് സ്ഫോടനം യമന്റെ തലസ്ഥാന നഗരിയായിരിക്കുന്ന സെനയോട് ചേർന്നുള്ള സദാ നഗരത്തിൽ ബോംബ് സ്ഫോടനം നടത്തി എന്നാണ് പ്രാദേശികമായിരിക്കുന്ന റിപ്പോർട്ടൊക്കെ സൂചിപ്പിക്കുന്നത്. അവർ പറയുന്നു അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ആക്രമണം അമേരിക്കയുടെ എയർക്രാഫ്റ്റ് മുഖാന്തരം ഉണ്ടാവുകയും സദാ നഗരത്തിൻ്റെ കിഴക്ക് ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള ബോംബ് സ്ഫോടനം നടത്തുകയും ചെയ്തു. അത് സെൻട്രൽ കമാൻഡുകൾ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നും ഈ റിപ്പോർട്ടിൻ്റെ അകത്ത് പറയുന്നു. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് 10,000-ലധികം യമനികൾ തലസ്ഥാന നഗരിയായിരിക്കുന്ന സെന കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രതിഷേധ പ്രകടനം നടത്തുന്നതിൻ്റെ വീഡിയോയും അവർ പങ്കുവച്ചു. അമേരിക്ക അത് സ്ഥിരീകരിച്ചിട്ടില്ല. യമന്റെ ഔദ്യോഗികമായിരിക്കുന്ന സർക്കാർ പ്രതിനിധികളും സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ പ്രാദേശിക തലത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട വലിയ റിപ്പോർട്ടുകൾ ഇപ്പോഴും പ്രചരിക്കുകയാണ്. അവർ പറയുന്നത് കരാർ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ടാണ് അമേരിക്ക തങ്ങളുടെ അകത്തേക്ക് കയറിയത്, ചെങ്കടൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആക്രമണം നടത്തിയത് എന്ന് ഞങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായിരിക്കുന്നു. മറ്റൊരു റിപ്പോർട്ടിൻ്റെ അകത്ത് പറയുന്നത് ഇസ്രായേലും അമേരിക്കയും സംയുക്തമായ രീതിയിൽ ചേർന്നുകൊണ്ട് ഇറാനെ ആക്രമിച്ചു എന്ന തരത്തിലാണ്. ഏതായിരുന്നാലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളതും കാര്യകാരണം മനസ്സിലാക്കിയതിന് ശേഷം ശക്തമായിരിക്കുന്ന തിരിച്ചടി ഉണ്ടാകുമെന്ന് യമൻ പ്രതികരിച്ചിരിക്കുന്ന വിവരവും പുറത്തു വന്നു. അമേരിക്കയുമായി കൃത്യമായിരിക്കുന്ന ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കരാർ വ്യവസ്ഥ പ്രകാരം യമൻ ആക്രമിക്കില്ലെന്ന് അമേരിക്കയും അമേരിക്കയുടെ കപ്പലുകൾ ആക്രമിക്കില്ലെന്ന് യമനും പരസ്പരം ധാരണയുടെ അടിസ്ഥാനത്തിൽ കരാറാക്കിയതിന് ശേഷം പിന്നീട് ആക്രമ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു വിവരമാണ് ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ പുറത്തു വന്നത്. അവിശ്വസനീയമാണ്. അങ്ങനെ ഒരു സംഭവം നടക്കുമോ എന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ലായിരുന്നു. പക്ഷേ നമ്മൾക്കത് വിശ്വസിച്ചേ പറ്റൂ. അമേരിക്കയുടെ എയർക്രാഫ്റ്റ് തന്നെയാണ് കയറിയത്, അതിർത്തി കയറിയിട്ടുണ്ട്, ബോംബ് സ്ഫോടനം നടത്തിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും സ്ഫോടനങ്ങളും ആ മേഖല ഉണ്ടാവുകയും ജനങ്ങൾ ചെതറി ഓടുകയും ചെയ്തിട്ടുണ്ട്. ചില ബിൽഡിങ്ങുകൾ തീപിടിച്ചതായിരിക്കുന്ന റിപ്പോർട്ട് വന്നു. ചില വാഹനങ്ങൾ കത്തിക്കരിഞ്ഞ രീതിയിലുള്ള വീഡിയോകളും പുറത്തു വന്നിട്ടുണ്ട്. ഏതൊക്കെ രീതിയിലാണ് സംഭവങ്ങൾ നടന്നത് എന്നതിനെക്കുറിച്ച് സമഗ്രമായ രീതിയിൽ അന്വേഷണം നടക്കുന്നു എന്നാണ് ഇവർ പ്രാദേശികപരമായി ആദ്യഘട്ടത്തിൽ പ്രതികരിച്ചത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തെക്കുറിച്ച് യാതൊരു മറുപടി നിലവിൽ വന്നിട്ടില്ല. എന്നാൽ സെൻട്രൽ കമാൻഡർ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്ന് പ്രാദേശിക റിപ്പോർട്ടുകൾ പറയുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഇസ്രായേൽ അമേരിക്കയുടെ മേലെ ചെലുത്തുന്നു. ചെങ്കടലിനെ സ്വതന്ത്രമാക്കുന്നതോടനുബന്ധിച്ച് ഞങ്ങളുടെ സുരക്ഷിതത്വത്തിന് വലിയ രീതിയിലുള്ള ഭയപ്പാടും ഭീഷണിയും ഉണ്ടാവും എന്നതിനാൽ കരാർ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് കരാർ വ്യവസ്ഥ റദ്ദ് ചെയ്തുകൊണ്ട് യമന് മേൽ ആക്രമണം നടത്തുകയോ അല്ലെങ്കിൽ യമനിൽ നിന്ന് ഇസ്രായേലിനെ ആക്രമിക്കുന്ന ഈ മിസൈൽ സംവിധാനത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ചെങ്കടലിൽ അതിനനുസരിച്ചുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയോ വേണം എന്ന് ഇസ്രായേൽ അമേരിക്കയോട് പറഞ്ഞു. എന്നാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികപരമായിരിക്കുന്ന വലിയ ബാധ്യതയും വലിയ വിഷയങ്ങളും യമനുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നതിനാൽ തങ്ങൾക്ക് അവരോടുള്ള ഈ കരാർ വ്യവസ്ഥ ലംഘിക്കാൻ പറ്റില്ലെന്ന് അമേരിക്കയുടെ പ്രതിനിധി ഇസ്രായേലിനെ അറിയിച്ചതായിരിക്കുന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ സമ്മർദ്ദം വീണ്ടും ഉണ്ടാകുന്നു. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കരാർ വ്യവസ്ഥ ലംഘിക്കുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം വിഷയമുള്ള കാര്യമല്ല. അതോടൊപ്പം തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ നിരന്തരം കരാർ വ്യവസ്ഥ ലംഘിക്കുക എന്നതാണ്. അതുകൊണ്ട് അവർക്കും വിഷയമുള്ള കാര്യമല്ല. യമനെ കൃത്യമായ രീതിയിൽ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ സുരക്ഷിതവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ലോക രാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ഉണ്ടായ നമ്മുടെ സ്വാധീനവുമായി ബന്ധപ്പെട്ടും വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ വലിയ രീതിയിലുള്ള ഇടിവുകൾ വരും. ഇപ്പോൾ തന്നെ വന്നിരിക്കുന്നു. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ലോകം ഇപ്പോൾ വിശ്വസിക്കുന്നില്ല. മുമ്പൊക്കെ അങ്ങനെയല്ലായിരുന്നു. ഒക്ടോബർ 7-ാം തീയതിക്ക് മുൻപ് എന്താണോ ഇസ്രായേൽ പറഞ്ഞത് ആ ഇസ്രായേൽ പറഞ്ഞതാണ് പ്രാധാന്യത്തോടു കൂടി BBC-യും റോയിട്ടേഴ്സും ABC-യും അടക്കമുള്ള അന്താരാഷ്ട്ര ചാനലുകളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നത്. അന്നത്തെ ആ സാഹചര്യത്തിന് ബദലായിരിക്കുന്ന അങ്ങനെ അല്ല എന്ന് പറയാൻ മറ്റൊരു അന്താരാഷ്ട്ര ചാനലുകൾ ഇല്ല എന്നതിനാൽ പറയുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ലോകം അത് വിശ്വസിക്കുകയും ചെയ്തു. അൽ ജസീറയും അൽ അറബിയയും പോലെയുള്ള അന്താരാഷ്ട്ര മേഖലയിൽ വലിയ വിശ്വാസമുള്ള ചാനലുകൾ വന്നതോടുകൂടി തങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയല്ലെന്നും ലോകം അംഗീകരിച്ചു എന്ന് മാത്രമല്ല തങ്ങൾ നൽകുന്ന റിപ്പോർട്ടുകൾ ശരിയാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി അൽ ജസീറയുടെ ചാനലുകളോ അല്ലെങ്കിൽ ഈ സൈറ്റുകളോ പരുതുന്നവരുടെ എണ്ണം കൂടി വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ മുമ്പെല്ലാം പലസ്തീൻ പറഞ്ഞു വെച്ച കാര്യം യാഥാർത്ഥ്യമാണ് എന്നുള്ളതും ഇസ്രായേലിൻ്റെ ക്രൂരമായിരിക്കുന്ന പ്രവൃത്തി കാരണം രാജ്യത്തിൽ നിന്ന് വിട്ടുപോയവരുടെ എണ്ണം കൂടി വരുന്നു എന്നുള്ളതുമാണ് അതിൽ പ്രാധാന്യമായിരിക്കുന്ന വിവരമായിട്ട് പറയുന്ന കാര്യം ഇങ്ങനെയാണ്. 1948 ഇസ്രായേൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതോടുകൂടി ഏറ്റവും ചുരുങ്ങിയത് 3 ലക്ഷത്തിനും 7 ലക്ഷത്തിനും ഇടയിൽ ആളുകൾ, അതായത് ഫലസ്തീനികൾ ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് ചിതറിപ്പോയിട്ടുണ്ട്.
അവർ എവിടെ എങ്ങനെ താമസിക്കുന്നു, ഏത് തരത്തിലാണ്, ഏത് രാജ്യത്തെ പൗരത്വം ഉള്ളവരാണ് എന്നതിനെക്കുറിച്ച് ഒരു കൃത്യമായിരിക്കുന്ന വിവരം പലസ്തീൻ സർക്കാരിന് പോലും പറയാൻ വേണ്ടി സാധിക്കുന്നില്ല. ചില ആളുകൾ മടങ്ങി വന്നവരുണ്ട്, മടങ്ങി വന്നവർ മരണപ്പെട്ടവരുണ്ട്, എന്നാൽ മടങ്ങി വരാത്തവർ കൂടുതലുണ്ട്. മറ്റുള്ള രാജ്യങ്ങളിൽ പ്രവേശിച്ച്, അതായത് അറബ് രാജ്യങ്ങളൊക്കെ പ്രവേശിച്ച് അവിടുത്തെ സ്ത്രീകളെ കല്യാണം കഴിച്ചിട്ട് അവിടുത്തെ പൗരത്വം എടുത്ത് കൂടുന്നവരുടെ എണ്ണവും വളരെ കൂടുതലാണ്. ഗസ എന്ന് പറയുന്ന പ്രദേശവും അതേപോലെ തന്നെ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന പ്രദേശം പലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതമായിരിക്കുന്ന ഒരു താവളമായിട്ടോ രാജ്യമായിട്ടോ കാണാൻ വേണ്ടി സാധിക്കുകയില്ല. സർവ്വസമയങ്ങളിലും അവിടെ ആക്രമണം നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ജീവഭയം ഇല്ലാത്തവരാണ് അവിടെ കഴിഞ്ഞുകൂടുന്നത്. പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഇല്ലാത്ത ദിവസങ്ങൾ അവിടെ ഇല്ല. ഇസ്രായേൽ ആക്രമിക്കാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടില്ല. ലോക ചരിത്രത്തിൽ ഈ ഫലസ്തീന് സമാനമായിരിക്കുന്ന ഒരു രാജ്യവും ഇല്ല എന്നതിനാൽ തന്നെ ഞങ്ങളുടെ പ്രതിഷേധം വർഷങ്ങൾക്ക് മുമ്പ് അല്ലെ പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ മരണാനന്തര പ്രവൃത്തികളെ ഖബർസ്ഥാൻ പോലെയുള്ള പ്രദേശങ്ങൾ നിങ്ങൾ കണ്ടാൽ മൂക്കത്ത് വിരൽ വെച്ചു പോകുന്ന പരന്ന് കിടക്കുകയാണ്. ഒരു പക്ഷേ ഏക്കറക്കണക്കിന് പ്രദേശങ്ങളിൽ മുഴുവനും ഞങ്ങളുടെ സഹോദരന്മാർ മരണപ്പെട്ടവരെ അടക്കം ചെയ്താണ്. ലോകത്ത് അങ്ങനെ ഒരു ശ്മശാനം അല്ലെങ്കിൽ ഇതുപോലെ മരണപ്പെട്ടവരെ അടക്കം ചെയ്യപ്പെടുന്ന ഒരു പ്രദേശത്തെ കാണാൻ വേണ്ടി പോലും സാധിക്കുകയില്ല. ഇതാണ് യഥാർത്ഥത്തിൽ പലസ്തീൻ്റെ ചിത്രങ്ങൾ. അപ്പോൾ ഇപ്പോൾ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന കാര്യം ഞങ്ങളുടെ ദേശത്തിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത്, ഞങ്ങൾ ആക്രമിച്ചതിന് പ്രത്യാക്രമണം ചെയ്യുകയാണ് എന്നൊക്കെ. എന്നാൽ നിരപരാധികൾ എന്തിനെ കൊല്ലുന്നു എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഇസ്രായേലിന് മറുപടി പറയാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഈ പരമാവധി ഇസ്രായേൽ ഈ മേഖലയിൽ പിടിച്ചു നിന്നത്, അതായത് ഏറെക്കുറെ ലെബനാനുമായിട്ടുള്ള യുദ്ധത്തിൽ വെടിനിർത്തൽ കരാർ ഉണ്ടാക്കിക്കൊണ്ട് ആ യുദ്ധത്തെ അവസാനിപ്പിക്കാൻ വേണ്ടി ഇസ്രായേലിന് സാധിച്ചു. അതിലവർ വിജയിക്കുകയും ചെയ്തു. എന്നാൽ ഇവിടെ യമനുമായിട്ടുള്ള യുദ്ധം തുടങ്ങിയതോടുകൂടി അവർക്ക് പ്രതിരോധം തകരുന്നുണ്ട്, വലിയ രീതിയിൽ ആക്രമണം നടത്തുന്നുണ്ട്, ഇസ്രായേലിൻ്റെ പൗരന്മാർക്ക് തന്നെ സർക്കാരിലെ വിശ്വാസം നഷ്ടപ്പെടുന്നു. ഇങ്ങനത്തെ ഒരു സാഹചര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇതിനെങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ള ഇസ്രായേലിൻ്റെ ചോദ്യത്തിന് അവർ പറയുന്ന മറുപടി ഞങ്ങൾക്ക് അമേരിക്ക ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണ് അമേരിക്ക ചെങ്കടലിലേക്ക് വരുന്നത്. അമേരിക്ക ചെങ്കടലിലേക്ക് സുരക്ഷിതവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വരാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം എന്ന് പറയുന്നത് ഇസ്രായേലാണ്. ഇസ്രായേലിൻ്റെ സമ്മർദ്ദം കൊണ്ടാണ് അവർ വന്നത്. കാര്യം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിലേക്ക്, അതായത് ഇസ്രായേലിലേക്ക് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നോ മറ്റ് രാജ്യങ്ങളിൽ നിന്നോ കപ്പലുകളോ ആയുധങ്ങളോ സംവിധാനങ്ങളോ കാര്യങ്ങൾ വരുന്ന സമയത്ത് ചെങ്കടലിനെ യമൻ ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിൽ അമേരിക്ക ഇടപെടണം എന്നുള്ളതാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞത്. എന്നാൽ അമേരിക്ക അതിന് താല്പര്യമില്ല എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ പറഞ്ഞത്. പക്ഷേ പിന്നീടുള്ള ഈ യുദ്ധത്തിൻ്റെ രീതികളും അവസ്ഥകളും ഒക്കെ അമേരിക്ക മനസ്സിലാക്കിയ സമയത്ത് അവർക്ക് ഒരു കാര്യം ബോധ്യമായി, മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേൽ ഇല്ലാത്തൊരു സാഹചര്യങ്ങൾ വരുന്നത് വലിയ പ്രയാസം ഉണ്ടാവും എന്നുള്ളതും അമേരിക്കയുടെ പിന്തുണയില്ലെങ്കിൽ ഏറെക്കുറെ അതിന് സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതുമാണ്. ഇസ്രായേലുമായിട്ട് യുദ്ധം ചെയ്യുന്ന ചെറിയ രാജ്യങ്ങളാണെങ്കിലും വലിയ രാജ്യങ്ങളാണെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലുമായിട്ട് ഏറ്റുമുട്ടാനായി യുദ്ധം ചെയ്യാൻ അവർക്ക് ഒരു മടിയും ഒരു ഭയവുമില്ല എന്നുള്ളതും അവർക്ക് വലിയ രീതിയിലുള്ള ആയുധ സംവിധാനങ്ങൾ കൈവശത്തിലുണ്ട് എന്നും അമേരിക്ക മനസ്സിലാക്കും. അമേരിക്കയുടെ ഇന്റലിജൻസ് നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഏറ്റുമുട്ടുന്നത് ചെറിയ കക്ഷികളോടല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണമെന്നുള്ളതും അവർക്ക് വലിയ ആധിപത്യവും സ്വാധീനവും സാമ്പത്തിക മുന്നേറ്റവും സൈനികപരമായിരിക്കുന്ന ഒരു ബലവും ഉള്ളതിനാൽ അവരെ കീഴടക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല എന്ന് ഇൻ്റലിജൻസ് അമേരിക്കയുടെ സർക്കാരിന് റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യം, യമനുമായിട്ട് വെടിനിർത്താൻ വേണ്ടിയിട്ട് അമേരിക്കയാണ് താല്പര്യം കാണിച്ചത്, ഒമാനാണ് മധ്യസ്ഥ വഹിച്ചത്, അതിന് വെടിനിർത്തൽ കരാറുണ്ടായി, സാമ്പത്തികം നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നു അമേരിക്ക യമന്. അതിനെക്കുറിച്ച് സ്ഥിരീകരണം രണ്ട് രാജ്യം പറയാത്തത് കൊണ്ട് അതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് നമുക്കറിയില്ല. എന്നിട്ട് അവിടെ കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയതോടുകൂടി വലിയ ആശ്വാസം അമേരിക്കയുടെ സൈനികർക്ക് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് അമേരിക്കയുടെ ടൈംസ് ഓഫ് ന്യൂയോർക്ക് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. അതിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്: ആശ്വാസത്തിൻ്റെ കിരണങ്ങൾക്ക് ഉദയം ചെയ്തു, യമനുമായി കരാർ വ്യവസ്ഥ, യമനുമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചു എന്ന തരത്തിലാണ്. അപ്പോൾ എന്നാൽ ഇത് കഴിഞ്ഞതോടുകൂടി പിന്നീട് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് യമൻ ഇസ്രായേൽ നേരെ ശക്തമായിരിക്കുന്ന ആക്രമണം തുടരെ ഉണ്ടായതോടുകൂടി ഇസ്രായേൽ അത് വലിയ രീതിയിലുള്ള പ്രയാസമുണ്ടായി, അവർ വലിയ പ്രതിസന്ധിയിലായി. അങ്ങനെ ആ സമയത്ത് അമേരിക്കയോട് അവർ പറയുന്നത് ഇതിൽ ഇടപെടണം എന്നുള്ളത്. ഇപ്പോൾ പറയുന്ന കാര്യം, അമേരിക്ക യമനെ ആക്രമിച്ചു, അത് കരാർ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ടുള്ള ആക്രമണമാണ്. സനയുടെ നഗരത്തോട് കേന്ദ്രീകരിച്ചുള്ള ഗ്രാമപ്രദേശത്ത് രണ്ട് തരത്തിലുള്ള ആക്രമണം നടത്തിയിരുന്നു, രണ്ട് വിമാനം ആക്രമണം നടത്തിയെന്നു ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്.
തീപിടുത്തങ്ങളും നാശനഷ്ടങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് കരാർ വ്യവസ്ഥയുടെ ലംഘനമാണ് ചെയ്യപ്പെട്ടത് എന്നുള്ളത് തങ്ങളത് പരിശോധിച്ച് വരികയാണ്. ആരുടെ വിമാനമാണ്, എവിടെ നിന്നാണ് പറന്നത്, ഏത് തരത്തിലാണ് ആക്രമിച്ചത് എന്നതിനെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പഠിച്ചതിന് ശേഷം ഉചിതമായിരിക്കുന്ന നടപടിയെടുക്കുമെന്നുള്ളതും അമേരിക്കയാണ് അത് ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ശക്തമായിരിക്കുന്ന തിരിച്ചടി നൽകുമെന്ന് യമൻ പറഞ്ഞതോടുകൂടി ഈ മേഖല വീണ്ടും യുദ്ധകാഹളം മുഴങ്ങുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് ചില മീഡിയകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണ്. ഈ എല്ലാ രാജ്യങ്ങൾക്കും, അതായത് യുദ്ധം ചെയ്യുന്നവരും അയൽ രാജ്യങ്ങളായിരിക്കുന്ന മറ്റു രാജ്യങ്ങളിലൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സാമ്പത്തിക തകർച്ചയും അതോടൊപ്പം തന്നെ ലക്ഷ്യത്തിലേക്ക് കപ്പലിൽ എത്തിക്കാൻ സാധിക്കാത്തതിന് പ്രയാസം അനുഭവിക്കുന്നു എന്നതിനാൽ അമേരിക്കയുടെ നയനിലപാടിനോട് യോജിക്കാത്ത രീതിയിലാണ് രാജ്യങ്ങളുടെ സമീപനം എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയാണ്.